എനിക്ക് പറയാൻ തോന്നി എനിക്ക് വേണ്ട ജോലി എടുത്തോ. എനിക്ക് ഇനി ഒന്നും പറയാനില്ല. ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. അത് ആ ഒരു സെക്ഷൻ ഞാൻ ഒരിക്കലും മറക്കൂല. ബാക്കി 2 സെക്ഷന് എനിക്ക് ഇത്രക്ക് ടഫ് ഉണ്ടായിരുന്നു. എന്നോട് ഭയങ്കര പ്രൗഡായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഞാൻ ചെയ്തില്ല, ഇത്രയും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് എന്നുള്ളത് കേട്ടാണ്. എനിക്ക് ഞാൻ Hi guys, Assalamualaikum. Welcome back to my YouTube channel Chippu's Vlog and it's me Chippu here. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മേക്കപ്പ് ലുക്കാണ്, ഒരു ഓഫീസ് ലുക്ക് എന്നൊക്കെ പറയാം. നമ്മളൊരു ഓഫീസിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി ഓഫീസിന് പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഇൻ്റർവ്യൂ റിലേറ്റഡ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഷെയർ ചെയ്യാം എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസ് പ്രപ്പ് ചെയ്യണം. മിക്കപ്പോഴും നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ ഒരാൾ കിടന്ന് ആകെ റഷ് ആയിരിക്കുമല്ലോ. പക്ഷെ ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. നല്ല റഷ് ഒരു 15 മിനിറ്റിനുള്ളിൽ ഒക്കെ റെഡി ആയിട്ട് ഇറങ്ങുക, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. തലേ ദിവസം തന്നെ രാത്രി ഏത് ഡ്രസ്സ് ഇടണം എന്ന് ആലോചിച്ച് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ടോണറാണ് അടിച്ചത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞേ നമ്മൾ ഇപ്പോൾ നാളെ ഓഫീസിൽ പോകുമ്പോൾ ഏതിടേണ്ടതുള്ള ഡ്രസ്സ് നമ്മൾ തലേ ദിവസം തന്നെ ആലോചിച്ച് വെക്കുന്നത്. പിറ്റേ ദിവസത്തെ റഷും അതിനായിട്ട് കുറേ ടൈം പോകും നമുക്ക് ആലോചിക്കും ഇത് ഡ്രസ്സ് ഇടുന്നുള്ളത് ആലോചിക്കാൻ. അപ്പോൾ തലേ ദിവസം തന്നെ അത് സെറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റഷ് ഒഴിവാക്കാൻ പറ്റും. ഞാൻ ഓഫീസിൽ പോയിരുന്ന സമയത്ത് ഞാൻ ഒട്ടും സ്കിപ്പ് ചെയ്യാത്ത 2 സാധനങ്ങളായിരുന്നു. ഒന്ന് മോയ്സ്ചറൈസറും ഒന്ന് സൺസ്ക്രീനും. ഞാൻ എന്തിട്ടിട്ടില്ലെങ്കിലും ഞാൻ അത് 2 അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങാറ്. കാരണം സൈറ്റിലേക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ സ്കൂട്ടിമേലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നല്ല ടാൻ അടിക്കും. അപ്പോൾ എന്തായാലും ഞാൻ അത് 2 ഞാൻ സ്കിപ്പ് ചെയ്യാറേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം അപ്ലൈ ചെയ്തത് എന്താണ്, ടോണറാണ്. ടോണർ എൻ്റെ വീട്ടിൽ കാണുന്ന പ്ലമ്മിൻ്റെ ടോണറാണ് ഞാൻ യൂസ് ചെയ്യാറ്, നിയാസിനമൈഡുള്ള. അടുത്ത മോയ്സ്ചറൈസറാണ് ഗ്ലൂട്ട ഹൈ വാസ്ലിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ കഴിഞ്ഞിരിക്കണം. ഓക്കെ, എന്താ പറയാൻ വന്നത്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇൻ്റർവ്യൂ പോയ ഒരു കാര്യം ഞാൻ പറയാണ്. അപ്പോൾ എനിക്കൊരു റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒരു പ്രൊഫഷണൽ ടൈപ്പ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ ഇത്രയും കാലം ഇപ്പോൾ ഞാൻ 3 സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അവിടുത്തെ ഇൻ്റർവ്യൂ ഒക്കെ ഒരു കാഷ്വൽ ടോക്ക് പോലെയായിരുന്നു. അതിൽ ഒന്ന് മാത്രമാണ് കുറച്ചും കൂടിയും സയൻറ്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ് പോലെയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് എന്നെ സെലക്ട് ചെയ്തത് ഒരു കമ്പനി മാത്രമായിരുന്നു. ബാക്കിയുള്ളതൊക്കെ അത്ര ടഫ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു ഉത്തരം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ എനിക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തത് ഇൻഡീഡ് വഴിയാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ജോബിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് എനിക്ക് കോൾ വരുന്നത്. അങ്ങനെ ഒരു കോൾ വന്നതിന് ശേഷം അവർ നമുക്കൊരു സ്ട്രാറ്റജിക് ഒരു ഷെഡ്യൂൾ പോലെ അയച്ചിട്ടുണ്ടായിരുന്നു. വെന്യൂ, അതുപോലെ തന്നെ എന്തൊക്കെ നമ്മളെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് എടുക്കണം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് ഡ്രസ് കോഡ് എന്ന സംഭവം കൂടെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഡ്രസ് കോഡ് ഫോർമൽസ് ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ചില കമ്പനീസ് നമുക്ക് അങ്ങനെ പറയും, നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഫോർമൽസ് ഇടണം എന്നുള്ളത്. അപ്പോൾ അപ്പോൾ ഫോർമൽസ് ഉദ്ദേശിക്കുന്നത് ഷർട്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ടൈപ്പ് ആയിരിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്ത ഷർട്ടാണിത്. ഭയങ്കര ഒരു അത്രയും കുത്തണ കളറല്ലാണ്ട് ഒരു പേസ്റ്റൽ കളർ പോലത്തെ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു ഷർട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അല്ലാണ്ട് പ്രിപ്പയർ ചെയ്ത് കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം എനിക്കത് കിട്ടൂല എന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം വലിയ കമ്പനിയാണ്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അത്യാവശ്യത്തിലേറെ നമ്മൾ പ്രിപ്പറേഷൻസ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. ഒരു സെൽഫ് കോൺഫിഡൻസ് എങ്കിലും വേണം നമുക്ക്. അത് എനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല. ലിറ്ററലി ഞാൻ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോയത്, വീട്ടുകാരായിട്ടാണ് ഞാൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞപ്പോൾ ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത്, കാരണം ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ആ ടൈമിൽ എനിക്ക് കുറച്ചെങ്കിലും എനിക്കൊരു സ്ട്രോങ് തന്ന ഒരു ആളാണ് ChatGPT.
ChatGPT ആണ് ഫുൾ. അയ്യോ, അടുത്ത ഞാൻ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്, .NKയുടെ സൺസ്ക്രീന്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ChatGPT. ഞാൻ എന്ത് ചെയ്തു, ഞാൻ യൂട്യൂബ് നോക്കുന്നുണ്ട്, എന്താ പഠിക്കേണ്ടതെന്ന് മനസ്സിലാവണില്ല. കാരണം ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റിൽ ഞാൻ ചെയ്തത് ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ടാണ് ഞാൻ ട്രെയിൻ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വർക്ക് ചെയ്ത സ്ഥലം ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ട് തന്നെയായിരുന്നു. അവിടുന്ന് ഞാൻ 3D ഡിസൈനിങ്ങും കാര്യങ്ങളും പഠിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബ് നോക്കി ആണ് 3D റെൻഡറിങ്ങും അതുപോലെ തന്നെ ലൂമിയോൺ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ ഇൻറ്റീരിയറൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ CV-യിൽ ഇൻറ്റീരിയർ അതുണ്ട്, റെൻഡറിങ്, 3D ഡിസൈനർ ഉണ്ട്, ഡ്രാഫ്റ്റ്സ്മാൻ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കോഴ്സ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു QS-ൻ്റെ. അപ്പോൾ ആ കോഴ്സിൻ്റെ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ക്വാണ്ടിറ്റി സർവേയിങ് ആണ് സംഭവം. അപ്പോൾ ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തത് ക്വാണ്ടിറ്റി സർവേ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ CV-യിൽ അത് മൊത്തം ആ ഒരു 3 സെക്ഷൻസ് ഉണ്ട്, 3D ഡിസൈനിങ്, ഡ്രാഫ്റ്റ്സ്, അതുപോലെ തന്നെ QS-ഉം. എനിക്കിത് എവിടെ നിന്ന് ചോദിക്കാമെന്ന് എനിക്കറിയില്ല. ഞാൻ എസ്റ്റിമേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ പോസ്റ്റിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ പക്ഷേ എന്നാലും എൻ്റെ CV-യിൽ അതൊക്കെ ഉള്ളതുകൊണ്ട് അവർ ലിറ്ററലി എന്താ ചോദിക്കാനുള്ള ഒരു എത്തുമ്പോഴേ എനിക്കുണ്ടായിരുന്നില്ല. ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ എന്തെങ്കിലും യൂട്യൂബിൽ ഇരുന്നിട്ട് പഠിക്കാൻ തുടങ്ങി, കാര്യം റിവൈസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ എത്ര തന്നെ ഇതാക്കി ഞാൻ റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ 5 മാസം ആവാറല്ലോ. അപ്പോൾ എന്തായാലും സൺസ്ക്രീൻ കുറച്ചുകൂടി സൺസ്ക്രീൻ ഇടാൻ വിചാരിച്ച് ഞാൻ ടിൻറ്റഡ് സൺസ്ക്രീനാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കുറേ നോക്കാൻ നോക്കി. പക്ഷെ എനിക്ക് ഭയങ്കര ടൈം എടുക്കുക, അല്ലെങ്കിൽ ഭയങ്കര അതൊരു വേസ്റ്റായി തോന്നി എനിക്ക് ആ പഠിക്കണത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ChatGPT-നോട് ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു, നാളെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, ഇന്ന സ്ഥലത്താണ് ഇൻ്റർവ്യൂ, ആൻഡ് ഇതാണ് പോസ്റ്റ്, ആൻഡ് ക്യാൻ യു പ്ലീസ് സജസ്റ്റ് മീ എനി ട്രിക്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ ഇന്നോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ ഒരാൾ ഫുൾ സെറ്റാക്കിയിട്ട് എനിക്ക് ഓരോ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇന്നൊക്കെ സാധനങ്ങൾ വരിക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം ഈ ഒരു മേഖല. അപ്പം ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ചോദിച്ചപ്പോൾ എനിക്ക് എക്സാമ്പിൾസ് ഒക്കെ അയച്ചു തരാം. എനിക്ക് വളരെയധികം അത് കണ്ടതിന് ശേഷം കുറച്ചൊരു കോൺഫിഡൻസ് വന്നത്. ഞാൻ ChatGPT നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് കുറച്ചൊരു ഇത്തിരിയെങ്കിലും ഒരു എന്നാലും ഞാൻ എക്സ്പെക്ട് ചെയ്യില്ലാന്ന് വിചാരിച്ചിരുന്നു. കാരണം എക്സ്പെക്ട് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര മോശം, അല്ലെങ്കിൽ ഭയങ്കര വിഷമവും, അല്ലെങ്കിൽ ഓരോന്നും തലേ. അപ്പോൾ അത് ആലോചിച്ച് സങ്കടപ്പെടണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഇൻ്റർവ്യൂ പോയി. ഇൻ്റർവ്യൂ ഇസ് ലൈക്ക് അവിടുത്തെ സ്ഥലം ഓഫീസ് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര പ്രൊഫഷണൽ രീതിയിലുള്ള ഇൻ്റർവ്യൂ സെക്ഷൻ ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന അത്രയും കുറേ മെമ്പേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഏറിപ്പോയ ഒരു 30 പേരെ അവരെ എടുത്തിട്ടുള്ളൂ, ഇൻ്റർവ്യൂ കോളിൽ വിളിച്ചിട്ടുള്ളൂ. അതിൽ ഒരാളാണ് ഞാൻ. അങ്ങനെ എല്ലാവരും പ്രൊഫഷണലി തന്നെ ഇരിക്കുന്നത്, എല്ലാവരും ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട്. എനിക്കിങ്ങനെ സംസാരിക്കാനുള്ളൊരു ത്വര വരും, പക്ഷേ ആരും അവിടെ മിണ്ടുന്നില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങളിലും മിണ്ടാതെ ഇരിക്കുന്ന ഒരു പിൻ ഡ്രോപ്പ് സൈലൻ്റ് ഉള്ളൊരു ഹാള്. അവിടെ ഇരുന്നതോടു കൂടി എനിക്ക് എന്ത് ചെയ്തു, ടെൻഷൻ കൂടാൻ തുടങ്ങി. എന്തിൻ്റെ ആവശ്യമായിരുന്നു എനിക്ക്, ഞാൻ എന്തിനാ ഞാനായിട്ട് വന്നു. അപ്പോൾ കാലിച്ച് ഞാൻ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിട്ട് വരായിരുന്നു. എന്നിട്ട് അപ്പോൾ ഞാൻ വീണ്ടും ChatGPT ഞാൻ ഭയങ്കര നെർവസ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ വരുന്നുണ്ട്, എന്താ ചെയ്യണം. അപ്പോൾ ChatGPT ടേക്ക് ബ്രീത്ത്. അപ്പോൾ ഞാനവിടെ ഇത് ബ്രീത്തൊക്കെ എടുക്കാൻ തുടങ്ങി. നമ്മൾ 3 സ്റ്റെപ്പായിട്ട് കഴിഞ്ഞാൽ ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ബേസിക് സ്കിൻ കെയർ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഡെയിലി നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ ഇടാനാണ്. ഡെയിലി നമ്മൾ പോകുമ്പോൾ ഫൗണ്ടേഷൻ, കൺസീലർ, കോണ്ടൂർ ഒന്നും ചെയ്തിട്ട് നമ്മൾ പോവില്ല. അത് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ഞാൻ എന്താണ് പ്രിഫർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ പോവാറ്. ഇങ്ങനെ ഇട്ട് പിന്നെ ഞാൻ കോമ്പാക്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പൗഡർ ഇട്ട് ഞാൻ പോകും, ഫിനിഷ്. ഇതാണ് ഞാൻ ചെയ്യാറ്. ബട്ട് ഇൻ എക്സ്റ്റെൻഡ് നമുക്ക് കുറച്ചും കൂടി വൃത്തിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും CC ക്രീമോ അല്ലെങ്കിൽ BB ക്രീമായിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന BB ക്രീമാണ് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ. നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ ഇത്. എനിക്ക് റീസെൻ്റ്ലി ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ പറയുമ്പോൾ ചെറിയൊരു കവറേജ് ഒന്നും പറയില്ല, എന്നാലും ഭയങ്കര ഒരു ഗ്ലോ തരുന്നുണ്ട്. ഞാൻ അത് നോക്കി മേടിച്ചതാണ്. അത് നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ടെൻഷൻ വന്ന കാര്യം അങ്ങനെ അവിടെ ഇരുന്നിട്ട് കൂടുതൽ ടെൻഷനായി. ആരും മിണ്ടുന്നില്ല. അങ്ങനെ ഞാനെന്ത് ചെയ്ത്, നമുക്കവിടെ ഇരിക്കുമ്പോൾ അവിടെ തന്നെ ഒരു ഉള്ളിൽ കഫേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ കുക്ക് ചെയ്യുന്ന ചേച്ചിയുണ്ട്. ചേച്ചിയുടെ അടുത്ത് പോയിരുന്ന കുറച്ച് നേരം വർത്താനം പറഞ്ഞു. ഞാനൊന്ന് ഓക്കെ, കാരണം കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഡൗൺ ആവില്ലേ, ഓക്കെ ആവുമല്ലോ, സ്ട്രെസ് ഫ്രീ ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയിരുന്ന കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞാനൊന്ന് ഓക്കെ ആയി. പിന്നെ ഫസ്റ്റ് റൗണ്ട് ഞാൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായി, നമുക്ക് ഫോം ഫില്ലപ്പ് ചെയ്യാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫില്ലപ്പ് ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു 3 റൗണ്ട് ഉണ്ട്. ഫസ്റ്റത്തെ റൗണ്ട് ഉണ്ടായിരുന്നു ഓർമ്മയില്ല, ഒരു സാധാരണ റൗണ്ട്, ഒരു കോമൺ റൗണ്ട്. രണ്ടാമത്തെ റൗണ്ട് ടെക്നിക്കൽ റൗണ്ട് ആയിരുന്നു. ലാസ്റ്റ് റൗണ്ട് വാസ് HR റൗണ്ട്. ആൻഡ് ഫസ്റ്റത്തെ റൗണ്ട് ഞാൻ തന്നെ നല്ല ടെൻഷൻ അടിച്ചാൽ പോയത്. പക്ഷേ ഫസ്റ്റത്തെ റൗണ്ട് ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ ചെയ്തു. ഹാഫ് ഇംഗ്ലീഷ് അങ്ങനെ ആയിരുന്നു.
ഫുൾ ഇംഗ്ലീഷിലൊന്നല്ല അവരും സംസാരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്കും ആ ടെൻഷനില്ല. അങ്ങനെ എന്ത് ചെയ്തു സെറ്റല്ലേ, മണം വേറെ തന്നെ മണം ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടില്ല, ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തത്. ഓക്കെ, സംഭവം കഴിഞ്ഞു. ഇത്ര ഉള്ളു. ഒരു ഡെയിലി റൂട്ടീൻ മേക്കപ്പ് നമ്മൾ ഓഫീസിൽ പോകണമെങ്കിൽ ഇത്ര മതി. കാരണം നമ്മൾ അത്രയും നേരം വർക്ക് ചെയ്ത് ആകെ കൊളാവും. വെറുതെ നമ്മൾ കൂടുതൽ ഇട്ടിട്ട് പോകരുത്. ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. ഇത്രയും ചെയ്താൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ന്യൂഡ് കളർ ഐ ഷാഡോ എടുത്തിട്ട് മേലിടാം. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ആയി. കാരണം ഞാൻ നന്നായി ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ലിറ്ററലി അത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മാരേജിനെ കുറിച്ചിട്ടായിരുന്നു. മാരേജ് എന്താ ഉണ്ടാവുക, മാരേജ് ഉണ്ടാവുമോ, മാരേജ് കഴിഞ്ഞത് ഞാൻ ഇല്ല, മാരേജ് ഇല്ല. ആ കാര്യം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആവണമെന്നും ഉണ്ടാവില്ല ഇപ്പോൾ. അപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്തു. പിന്നെ ഒരു വേറെയും കുറേ ബേസിക് ആയിട്ട് എവിടെ പഠിച്ചത്, എന്താണ് ഇത്ര ദിവസം വർക്ക് ചെയ്തിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞ് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അടുത്ത റൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് റൗണ്ട് വാസ് ടെക്നിക്കൽ റൗണ്ട്. ടെക്നിക്കൽ റൗണ്ടിൽ അവർ തന്നത് ലിറ്ററലി പ്രാക്ടിക്കൽ സെക്ഷൻ ആയിരുന്നു. എന്താണ് നിങ്ങൾ എനിക്കൊരു വർക്ക് തന്നിട്ട്, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൻ്റെ പ്ലാൻ തന്നിട്ട് അതൊരു സ്റ്റഡി ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്കൊരു കാര്യം കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഏരിയ, ഫ്ലോർ ഏരിയ അല്ലേ, ബിൽഡപ്പ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ ദ സെക്കൻഡ് ഞാനിങ്ങനെ സ്റ്റക്കായി. പഠിച്ചോ എന്തായിരുന്നു ബിൽഡപ്പ് ഏരിയ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ആലോചിച്ച്. പിന്നെ എനിക്ക് ഓർമ്മ എന്ന് വെച്ചാൽ ഞാൻ PSC പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ പഠിച്ച സംഭവമാണ് എനിക്ക് പിന്നെ ഓർമ്മ വന്നത്. ആ സംഭവമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതമായി. പഠിച്ചിട്ട് എനിക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ തലയിൽ അത് ലിറ്ററലി ഓർമ്മയിൽ വന്നല്ല. ഞാൻ PSC എന്ന് പഠിച്ചതാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് അതിനെക്കുറിച്ചൊക്കെ ചെയ്തു. അവർ ചോദിച്ച ടെക്നിക്കൽ സെക്ഷൻ സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്ത പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചെങ്കിൽ കൂടി ഞാൻ ചെയ്തു. 2-3 ചോദിച്ചത് കിട്ടാഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ ചെയ്യിപ്പിച്ച വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏരിയ കണ്ടുപിടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു, ഏരിയ ലെങ്ത് ഒക്കെ കണ്ടുപിടിച്ച് കൊടുത്ത്. അപ്പോൾ അവരതൊക്കെ ഓക്കെ പറഞ്ഞു. അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യൂ, നെക്സ്റ്റ് കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നിട്ട് ഞാൻ അവിടെ വേണ്ടിയിരുന്നു. 10:30 തുടങ്ങിയ ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ തന്നെ ഒരു ഓൾമോസ്റ്റ് 1:30 ടൈം ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് ഇൻ്റർവ്യൂ വിളിച്ചിട്ട് അത് HR റൗണ്ട് ആയിരുന്നു. HR റൗണ്ട് ഭയങ്കര ടഫ് ആവും എന്നുള്ളത് എനിക്ക് നല്ല ഷുവർ ആയിരുന്നു. അങ്ങനെ HR റൗണ്ടിൽ വിളിച്ചിട്ട് അവരെന്ത് ചെയ്തു, ഒരു സാറായിരുന്നു, അടുത്ത മെയിൻ ആരോ ആണ്. ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവസാനം എനിക്ക് പറയാൻ തോന്നി, എനിക്ക് വേണ്ട ജോലി എടുത്തോ, എനിക്ക് ഇനിയൊന്നും പറയാനില്ല. ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. കാരണം അത്ര മാത്രം ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ എന്താണോ മറുപടി പറയുന്നത് അതിൽ നിന്ന് പിടിച്ചിട്ടാണ് മൂപ്പരാൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ വല്ലാണ്ട് അറിയുന്ന പോലെ പറയാൻ നിൽക്കണ്ട എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഇൻ്റർവ്യൂ പോകുന്ന ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ലിറ്ററലി നിങ്ങൾ എന്തിലാണ് കോൺഫിഡൻസ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ബേസിലായിരിക്കും പിന്നീട് അവർ ചോദ്യം ചോദിക്കുന്നുണ്ടാവുക. ആൻഡ് ആ റൗണ്ടിൽ വെച്ചാൽ ഞാൻ എങ്ങനെ വെച്ചാൽ ഒരു 100-ൽ 65% ഞാനൊരു അറ്റൻഡ് ചെയ്തിരുന്നു, നല്ലപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. ബാക്കിയൊക്കെ ഞാൻ മൂപ്പരാൾ ചോദിക്കുമ്പോൾ ആൾ ട്വിസ്റ്റഡ് ആയിട്ട് ചോദിച്ചിട്ട് ഇന്ന കൺഫ്യൂഷൻ ആക്കുക, അങ്ങനത്തെ രീതിയിലായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റിൽ ഞാൻ പറഞ്ഞു, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാലും ഭയങ്കര ലാസ്റ്റൊക്കെ എത്തിയിട്ട് ഭയങ്കര അവരുടെ ഫോൺ യൂസ് ചെയ്യാൻ പറഞ്ഞു എന്നോട്, എന്തൊരു കാര്യം നോക്കാൻ വേണ്ടി. അവിടുത്തെ ഇപ്പോൾ ഫോണാണെങ്കിൽ റേഞ്ച് ഇല്ല. എങ്ങനെ നോക്കിയിട്ടും ഞാനിങ്ങനെ റിഫ്രഷ് ചെയ്തിട്ട് പോലും നെറ്റ് വരുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് ചടച്ചു, മതി എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് നിൽക്കണ്ട എന്നുള്ള ഫീലായി എനിക്ക്. അങ്ങനെ പിന്നെ ആ ലാസ്റ്റത്തെ ഇൻ്റർവ്യൂ സെക്ഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1 അവറിൻ്റെ അടുത്തുണ്ടായിരുന്നു. അത്ര നേരം മൂപ്പരാൾ ഇരുന്ന് ഓരോന്ന് കാര്യങ്ങൾ, ഞാനൊരു കാര്യം പറയുമ്പോൾ ഓക്കെ അതിൻ്റെ റേഷ്യോ എന്താ പറയുമോ, അപ്പോൾ അതിൽ ഈ റേഷ്യോയിൽ ഇതെന്താണ് കാര്യം, അപ്പോൾ എന്തിനാണ് ടെസ്റ്റ് ചെയ്തത്, ആ ടെസ്റ്റ് എന്തിനാണ്, സിമെൻ്റ് സ്ട്രെങ്ത് ടെസ്റ്റ് ഏതൊക്കെയാണ്, സ്ലം ടെസ്റ്റ് എന്തൊക്കെയാണ്, അപ്പോൾ എത്ര മീറ്റർ ആയിട്ട്, ഞാനിങ്ങനെ പറയുന്നിടത്തോളം അയാൾ അത് ക്യാച്ച് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ട് ഇതിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സെക്ഷൻ ഞാൻ ഒരിക്കലും മറക്കൂല. ബാക്കി 2 സെക്ഷന് എനിക്ക് ഇത്രക്ക് ടഫ് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് സെക്ഷൻ കുറച്ച് ടഫ് ആയിരുന്നു. ഇവിടെ ഞാൻ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. നമുക്കൊന്ന് ഐലൈനർ യൂസ് ചെയ്യാം. ഒരു സിമ്പിൾ ഐലൈനറാണ് ഞാൻ. ഈ ക്യാമറയിൽ നോക്കി ചെയ്യുന്നതുകൊണ്ട് അത്ര പ്രോപ്പറല്ല, നമുക്ക് മിററിൽ നോക്കിയാൽ ചെയ്യാം. അങ്ങനെ ആ ലാസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് എന്നോട് റിസപ്ഷനത്തെ പെണ്ണ് പറഞ്ഞു ഫുഡ് വെച്ചിട്ട് പോരെ, എന്നിട്ട് വന്നിട്ട് മീറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ പറഞ്ഞു. അങ്ങനെ 2:30-ക്കാണ് പിന്നെ ഞങ്ങൾ ഫുഡ് വെച്ചിട്ട് വരുന്നത്. 2:30 2:45 ആകുമ്പോഴാണ് ഞങ്ങൾ ഫുഡ് വെച്ചിട്ട് പിന്നെ വരുന്നത്. ഫുഡ് വെച്ച് വന്നിട്ട് ഞങ്ങളൊരു 4 മണി വരെ അവിടെ ഇരുന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട്, അങ്ങനെ അവർ മെയിൻ HR കാണാൻ പറഞ്ഞിട്ട് വീണ്ടും ഒരു സെക്ഷൻ വെച്ചു.
ആ സെക്ഷനിൽ വീണ്ടും ഞാൻ കഴിഞ്ഞല്ലോ 3 റൗണ്ടല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റത്തെ സെക്ഷൻ എന്താ വെച്ചാൽ വീണ്ടും എന്നോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയിപ്പിച്ചേട്ടാ, ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ, അങ്ങനെ വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ആ മാം ലിറ്ററലി ഫുൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതൊക്കെ ഫുൾ ഇംഗ്ലീഷിലാണ്. അപ്പം പിന്നെ എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനുള്ള ഇതുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചത്. പക്ഷെ പെട്ടെന്ന് എനിക്ക് കുറച്ച് പഠിച്ചു പോയി. ഞാൻ കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ മൂപ്പരാൾ അവസാനം പറഞ്ഞു സെലക്റ്റഡ് ആണ്, പക്ഷെ ട്രെയിനിങ് ആയിട്ടായിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു റൗണ്ടും കൂടി ഇൻ്റർവ്യൂ ഉണ്ട്, കോപ്പറേറ്റീവ് സെക്ഷൻ, അതാണ് അതിൻ്റെ പേര് പറഞ്ഞത്, ഓർമ്മ. കോപ്പറേറ്റീവ് സെക്ഷൻ എന്നാണ് ഒരു പേര് പറഞ്ഞത്. ഞാനിങ്ങനെ ഇതൊരു കഴിഞ്ഞില് മതി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഞാൻ തല തട്ടി കൊടുത്തു. ഞാൻ ഓക്കെ മാം, താങ്ക് യു മാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. പിന്നെ എനിക്ക് അവർ പറഞ്ഞ സാലറി പാക്കേജ് എനിക്ക് പിന്നീട് അവർ വിളിച്ചിട്ട് പിന്നെ എനിക്ക് പറഞ്ഞ സാലറി പാക്കേജും കാര്യങ്ങളൊന്നും എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. കാരണം ഞാൻ അവിടെ പോയി നിൽക്കണമെങ്കിൽ ഒന്നാമത്തെ റൂം റെൻറ്റിന് തന്നെ വരാത്ത. പിന്നെ ഞാനവിടെ പോകുന്നത് വെറുതെയാണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. പക്ഷെ എനിക്ക് ആ എക്സ്പീരിയൻസ് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ നന്നായി. ഓക്കെ, അപ്പം ഞാൻ ഐലൈനർ ഇട്ടു. ഈ ഒരു ഏരിയയിൽ മാത്രം കാജൽ വരച്ച് ഇനി നമുക്ക് എന്താ ചെയ്യാം, മസ്കാര ഉണ്ടെങ്കിലാണ് നമുക്ക് കണ്ണൊന്ന് പോപ്പ് ചെയ്ത് നിൽക്കുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞതിൽ എനിക്ക് പറയാനുള്ളത്, ഇമ്പ്രൂവ് ആക്കാനുള്ളത് ഒന്ന് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനാണ് ഒന്ന് സെറ്റാക്കാനുള്ളത് തോന്നിയിട്ടുള്ളത്. ബാക്കി പിന്നെന്താ കുറച്ച് പ്രിപ്പയർ ചെയ്ത് പോകണം. പിന്നെ സെൽഫ് കോൺഫിഡൻസ് ആണ് സത്യം പറഞ്ഞാൽ. അവിടെ എത്തിയിട്ട് എനിക്ക് പോയിട്ട് ഞാൻ ആലോചിക്കുക എനിക്കിത് പറ്റുമോ, ഞാൻ ലിറ്ററലി എൻ്റെ മൈൻഡിൽ എന്ത് വന്നുകൊണ്ടിരിക്കുക, എനിക്കിത് പറ്റുമോ, എനിക്കിവിടെ ജോലി ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഇവിടെ ആരെ സെലക്ട് ചെയ്യും, അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു എനിക്ക്. അതാദ്യം വേണം, സെൽഫ് കോൺഫിഡൻസ് കുറച്ച് വേണം. അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടെ പോയിട്ട്. ഒന്നാമത്തെ ഞാൻ മൈൻഡ് തെറ്റായത് കിട്ടൂല എന്നുള്ളത്. അത് പിന്നെ പക്ഷെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്നോട് ഭയങ്കര പ്രൗഡായിരുന്നു കേട്ടോ. പക്ഷെ പോയി ഇങ്ങനെ ചെയ്തില്ല, ഇത്രയും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് എന്നുള്ളത് കേട്ടോ. ഞാൻ വിചാരിച്ചൊന്നുമില്ല എനിക്ക് ഇങ്ങനെ തന്നെ പറ്റും എന്നുള്ളത്. മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്, മാൾസിൻ്റെ. അപ്പോൾ ഇനി ഇൻ്റർവ്യൂസ് ആരെല്ലാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നാമത് സി വിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. നിങ്ങളെ സി വി നിങ്ങൾ തന്നെ നന്നായി സ്റ്റഡി ചെയ്യണം. നിങ്ങൾ എന്താണോ അതിൽ എഴുതി വെച്ചത് അതിൽ നിന്നാണ് അവർ ചോദിക്കുക ലിറ്ററലി. അപ്പോൾ അതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ വേണം. പിന്നെ ഒരു കോൺഫിഡൻസ്. എന്ത് പറഞ്ഞാലും ഞാൻ ലിറ്ററലി എനിക്കൊന്നും അറിയാത്ത സെക്ഷനിൽ ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോണ്ടിരുന്നത്. അവരെ മുന്നിൽ അഭിനയിച്ചിട്ടാണെങ്കിൽ ഉള്ളിലുള്ള ടെൻഷനെങ്കിൽ അഭിനയിച്ചിട്ടാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഇരുന്നോണ്ടിരുന്നത്. പിന്നെ ഡ്രസ്സ് അവിടെ ഈവൻ ഡ്രസ് കോഡ് എന്ന് അവർ പറഞ്ഞ് തന്നിട്ട് പോലും അവിടെ 2-3 ആൾക്കാർ നല്ല നമ്മൾ പിഷാരടി ഹോസ്പിറ്റലിലേക്ക് മറ്റേ ഡ്രസ്സ് ഇട്ട് പോലെ ഷർവാണി അതുപോലെ ഇട്ട് വന്ന ആൾക്കാരുണ്ടായിരുന്നു. നമ്മളൊരു പ്രൊഫഷണൽ കമ്പനിയിലേക്ക് അത്രയും സ്റ്റാൻഡേർഡ് ഒരു കമ്പനിക്ക് നമ്മൾ ഇൻ്റർവ്യൂ പോകുമ്പോൾ ഒരു ഡ്രസ് കോഡ് എക്സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ ഞാൻ നിർബന്ധമായിട്ട് നോക്കണം. വെൽ ഗുഡ്, നമ്മൾ നല്ല ഫ്രഷപ്പായിട്ട് ഇരിക്കുക, പ്ലസൻ്റ് ആയിട്ട് ഇരിക്കുക, അതന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ മേക്കപ്പ് കഴിഞ്ഞിരിക്കണം. ഇനി എന്താ ചെയ്യാനുള്ളത്, ഇനി നമുക്കൊന്ന് കോമ്പാക്ട് പൗഡർ ഇടാം. അത് കഴിഞ്ഞ് ഗൈസ് വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, സിമ്പിളല്ലേ. കഴിഞ്ഞു. നമുക്ക് ലിപ്സ്റ്റിക്കാണ് മെയിൻലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. ചില കമ്പനീസിൽ നമ്മളിപ്പോൾ ഈ ഏവിയേഷൻ കോഴ്സൊക്കെ ചെയ്യുന്നൊക്കെ ഭയങ്കര റെഡ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പോകുന്നവരുണ്ട്. പക്ഷെ നമ്മളിവിടെ ഞാനിപ്പോൾ ആ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇട്ട 2 ഷെയ്ഡാണ്. ഒന്ന് ഇത് കയറോടെ ഈ ഷെയ്ഡും പിന്നെ അതിൻ്റെ മേലെ ട്രിപ്പിൻ്റെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഫ് യു വാണ്ട് എ ഡാർക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിലാണ് പോകണമെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഈ ഒരു ഷെയ്ഡാണ് ഇടുന്നത്. ഒരു ന്യൂഡ് ഒരു പിങ്കാണിത്. സത്യം പറഞ്ഞാൽ ഇതൊരു അത്ര പോപ്പേ നിൽക്കില്ല, ഒരു മര്യാദ കളറുള്ള ഒരു ഇതാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഷെയ്ഡ് കേട്ടോ. ഷെയ്ഡുണ്ടല്ലേ, കുറച്ച് ന്യൂട്രൽ ഷെയ്ഡാണ്. ഇനി അതെല്ലാം വലിക്കാൻ കുറച്ചൊരു ഗ്ലേസിങ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രിപ്പ് ഇടുന്നത്. ഫിനിഷ്. അങ്ങനെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ അന്ന് ഹിജാബ് ചെയ്തിട്ടാണ് പോയത്.
ഇന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഷാൾ ഇടാണ്. അപ്പോൾ ദിസ് ഈസ് എ ലുക്ക് ഗൈസ്. സിമ്പിൾ അല്ലേ, പെട്ടെന്ന് തീരും. സംസാരിച്ചോണ്ടായിരിക്കും ഇത്രയും ടൈം എടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ സിമ്പിൾ മേക്കപ്പാണ്. നിങ്ങൾക്ക് ഡെയിലി നമ്മൾ എന്താ പറയുക, ഓഫീസിൽ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്തത്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസും കൂടിയാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യവ്യൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈറ്റിൻ്റെ കുറവുണ്ടാവും, ഇവിടെ എല്ലാം മഴക്കാറുണ്ട്, ഇനി അതാണ് ലൈറ്റ്. ഓക്കെ ആയിട്ടാണോ? അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും, പെട്ടെന്ന് കഴിഞ്ഞില്ലല്ലോ. വേറെ എന്തെങ്കിലും പറയണ്ടോ? വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും നന്നായിട്ട് ഇരിക്കുക. ഇത്രയുള്ള വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും